നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള വി.ഡി. സതീശൻ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വലിയ പ്രധാനപ്പെട്ട പ്രഖ്യാപനം കേട്ട് തരിച്ചിരുന്നു പോയവരാണ് നമ്മളെല്ലാവരും തന്നെ. അത് കേരളത്തിലേക്ക് 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റുമായി ടാറ്റ ഗ്രൂപ്പ് വരുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ അവർ ഏറ്റവും ആദ്യം പറഞ്ഞത് കപ്പൽ നിർമ്മാണശാലയാണ് ആരംഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഈ കപ്പൽ നിർമ്മാണശാല ടാറ്റ ഗ്രൂപ്പ് ആരംഭിക്കാൻ പോകുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഞാനൊക്കെ അമ്പരന്ന് പോയി. കാരണം ടാറ്റയുടെ 100ഓളം കമ്പനികളിലൊന്നും പോലും ഈ കപ്പൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ടതൊന്നുമില്ല. അപ്പോൾ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് അവർ പ്രവേശിക്കുന്നു, അതും ഏറ്റവും ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ കേരളത്തിൽ നടത്താൻ പോകുന്നു എന്നൊക്കെ പറയുകയും, കൂടാതെ നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഇരുന്നിട്ട് അവർക്ക് ഞങ്ങൾ സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വരെ പറയുകയും ഒക്കെ തന്നെ ചെയ്തു. ഇതൊക്കെ കൊടുത്തത് കേരളത്തിലുള്ള ഏതെങ്കിലും പത്രത്തിലാണെങ്കിൽ ഈ നാണക്കേട് ഇവിടെ മാത്രം ഒതുങ്ങി നിന്നേന്. പക്ഷേ ഇദ്ദേഹം കൊടുത്തത് ബ്ലൂംബർഗ് എന്ന് പറയുന്ന ഒരു മീഡിയ ഹൗസിനാണ്. ഈ ബ്ലൂംബർഗ് എന്ന് പറയുന്നത് മീഡിയ അവരുടെ ഒരു ചെറിയ പാർട്ട് മാത്രമാണ്. യഥാർത്ഥത്തിൽ അവരൊരു ഫിനാൻഷ്യൽ റിസർച്ചൊക്കെ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. ബിസിനസ്സുകളും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിസർച്ചും കൂടാതെ ലോകത്തിലെ ഫിനാൻഷ്യൽ എക്സ്പേർട്ടുകൾക്കൊക്കെ തന്നെ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. അങ്ങനെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വലിയ ബിസിനസ് ഫേമാണ് ബ്ലൂംബർഗ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് കൊടുക്കുമ്പോൾ ഇത് ഇൻ്റർനാഷണൽ ലെവലിലേക്കൊക്കെ എത്തിയത് കേട്ടിട്ട് ഏറ്റവും ആദ്യം പരിഭ്രാന്തിയിലായി പോയത് ടാറ്റ ഗ്രൂപ്പിലെ ഉദ്യോഗസ്ഥന്മാരാണ്. കാരണം അവരുടെ CEO അടക്കം ടാറ്റ ഗ്രൂപ്പിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരടക്കം പരസ്പരം ബന്ധപ്പെടുകയും അവരൊക്കെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലെ ഏതെങ്കിലും കമ്പനികൾ ഇനി അറിഞ്ഞോ അറിയാതെയോ പോലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും വാഗ്ദാനം കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുകയൊക്കെ ചെയ്ത് അവർ കോൺഫറൻസ് ഒക്കെ വിളിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇത് പറയുന്നത് നിസ്സാരക്കാരനല്ല, കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയെക്കുറിച്ച് അവർക്കൊരു ചുക്കും അറിയില്ല. കാരണം അദ്ദേഹം ഇങ്ങനെയുള്ള പല അടികളും ഇതിനു മുമ്പ് അടിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നമ്മളൊന്നും അത്ര ഭയപ്പെട്ടില്ല. പക്ഷെ അവരാകെ പരിഭ്രാന്തിയിലായിപ്പോയി. അവരുടെ ഇംഗ്ലീഷിൽ അവർ കൊടുത്തേക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് ദേ വർ റിയലി സ്പൂക്ക്ഡ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ പരിഭ്രാന്തിയിലായിപ്പോയി. പിന്നീട് അവർ പറയുന്നത്, എന്നിട്ടും അവർ മുഖ്യമന്ത്രി കള്ളം പറഞ്ഞാണെന്ന് പറഞ്ഞില്ല, അവരവരുടെ മാന്യത കൊണ്ട് പറഞ്ഞേക്കണത് ഞങ്ങൾ ഇത് ചിലപ്പോൾ റിസൾട്ട് ഉണ്ടാക്കാനുള്ള ഒരു പ്രഷർ കൊണ്ടിട്ട് അറിയാതെ പറഞ്ഞു പോയതായിരിക്കും എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ചേക്കുന്നത് ജനങ്ങളുടെ മുമ്പിൽ ഇത്തരത്തിലുള്ളൊരു സമ്മർദ്ദമുള്ളതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു റിസൾട്ട് കാണിക്കേണ്ട, അതിനുവേണ്ടി ഒരു നുണ പറഞ്ഞതായിരിക്കും എന്നുള്ളതാണ് അവർ പറഞ്ഞേക്കുന്നത്. ഇത് കേട്ട് വായിച്ച് ശരിക്കും പറഞ്ഞാൽ എനിക്കൊക്കെ തന്നെ ഒരു ചമ്മലുണ്ടായി. നമ്മൾ കേരളത്തിലാണല്ലോ ജീവിക്കുന്നത്, നമ്മുടെ മുഖ്യമന്ത്രിയാണല്ലോ ഇത്തരത്തിലുള്ള ഡയലോഗൊക്കെ വെച്ചടിക്കുന്നത് എന്നുള്ളത് വിചാരിച്ചു. ഈ കാര്യങ്ങളെക്കുറിച്ച് സപ്പോർട്ട് ചെയ്യാൻ ഇദ്ദേഹത്തിന് ഒരു നുണ പറഞ്ഞു, കയ്യോടെ പിടിക്കപ്പെട്ടു. ആ പിടിക്കപ്പെട്ടതിന് ശേഷം നമ്മുടെ PRD പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് വലിയ വേറൊരു വാദവുമായിട്ട് രംഗത്തെത്തി. ആ വാദവുമായിട്ട് എത്തിയത് വി.ഡി. സതീശൻ പറഞ്ഞത് ഇത് ടാറ്റ ഗ്രൂപ്പിൻ്റെ മാത്രം ഇൻവെസ്റ്റ്മെൻ്റ് അല്ലെന്നും പകരം ഇത് മൊത്തത്തിൽ വരാനിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റാണ് 10,000 കോടിയിലേക്കെന്നുമാണ് പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. അദ്ദേഹം ബ്ലൂംബർഗിന് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിൽ പറയുന്നത് ടാറ്റ ഗ്രൂപ്പ് 10,000 കോടി ഇൻവെസ്റ്റ് ചെയ്യും, ഞങ്ങളിവിടെ സ്ഥലം കൊടുക്കാൻ തീരുമാനിച്ചു, കൂടാതെ മറ്റു പല കമ്പനികൾ കൂടി വരും എന്നുള്ളതാണ് പറഞ്ഞത്. പിന്നെ അത് കുഴപ്പമില്ല, ഇദ്ദേഹം ആകുമ്പോൾ അത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയാമല്ലോ. ചെറിയ ചെറിയ നുണകളൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് നല്ല ശീലമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സംഭവിക്കും എന്നുള്ളതുകൊണ്ട് നമ്മൾ വിട്ടു. പക്ഷേ അതിനുശേഷം ഈ PRDയുടെ എക്സ്പ്ലനേഷൻ വന്നു. പക്ഷെ അതുകൊണ്ട് പിടിച്ചേക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബെത്തി. എന്തിനാണ് അദ്ദേഹത്തിന് ഇതിൻ്റെ ആവശ്യമെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. മുസ്ലിം ലീഗിനും അദ്ദേഹത്തിനുമൊക്കെ വലിയ ഗുണമുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിൽ വലിയ പ്രധാനപ്പെട്ട പങ്ക് വി.ഡി. സതീശൻ വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇതിനു മുമ്പ് എത്തിയ ഒരു രംഗം പറഞ്ഞിട്ട് ഞാൻ ഈ കാര്യത്തിലേക്ക് വരാം. അതിലെ പൊള്ളത്തരങ്ങളും നിങ്ങളെ തുറന്നു കാണിക്കാം. അത് മറ്റൊരു മാധ്യമവും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൂടി നിങ്ങൾ അറിയണം. ഇത് എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ന്യൂസാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, നേരത്തെ നമുക്കറിയാം കുട്ടനാട് MLA ആയിട്ടുള്ള റെജി ചെറിയാൻ അദ്ദേഹം അവിടുത്തെ മൂലം വള്ളംകളിയുമായി ബന്ധപ്പെട്ടൊരു അവധി കിട്ടണം എന്നുള്ളത് കൊടുക്കണമെന്ന് പറയുന്നു, പ്രാദേശിക അവധി. അത് ഞാൻ പരിഗണിക്കാമെന്ന് പറഞ്ഞ് നിയമസഭയിൽ ഇരുന്ന് വായിച്ചുകൊണ്ട് ഇദ്ദേഹം ഇരിക്കുമ്പോൾ നാക്കിടുന്നതിന് മുമ്പ് ഏതാണ്ട് ഒരു 3 സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ ഒറ്റടിക്ക് ഇദ്ദേഹം കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് പറയുന്നു, ഞാൻ ഒരിക്കലും കൊടുക്കൂല എന്ന് പറയുന്നു. ഈ കേട്ട ആളുകൾക്കെല്ലാം മനസ്സിലായി നിൽക്കുമ്പോൾ ഒരു നിലപാടും ഇരിക്കുമ്പോൾ വേറൊരു നിലപാടുമാണ് എന്നുള്ളത് മനസ്സിലായി വി.ഡി. സതീശനെ സംബന്ധിച്ചോളം. പക്ഷെ അന്ന് അതിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് വന്നൊരു ഡയലോഗ് കിട്ടും. ആ ഡയലോഗ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾ തമ്മിൽ വേറൊരു കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാര്യത്തിൻ്റെ തുടർച്ചയായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. അല്ലാതെ ഈ പറയുന്ന സബ്മിഷനെ കുറിച്ചല്ല, അതായത് ഇത് ഈ റെജി ചെറിയൻ്റെ ആവശ്യത്തെക്കുറിച്ചല്ല എന്നുള്ളത് പറയാൻ ശ്രമിക്കുകയും വളരെ ബുദ്ധിയുണ്ട് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ലോകത്തെ മുഴുവൻ പറ്റിക്കാം, എന്നെ പറ്റിക്കാൻ പറ്റില്ല എന്നുള്ള ഡയലോഗൊക്കെ പറയുകയും ചെയ്തു. പക്ഷെ അപ്പോഴും അവിടെ പാളി. കാരണം അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പോയി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരു കഥ പറയാനുണ്ടായില്ല. അന്നേ ഞാൻ പറഞ്ഞതാണ്, ഒരു കഥ അങ്ങോട്ട് ഉണ്ടാക്കി പറഞ്ഞാൽ മതിയായിരുന്നു.
സതീശന് അദാനി നമ്മുടെ ബക്കാടി കമ്പനിയിൽ നിന്ന് 5 നാരങ്ങ മിഠായി കിട്ടി. അപ്പോൾ 5 നാരങ്ങ മിഠായി കിട്ടിയപ്പോൾ അതിൽ ഈ പറയുന്ന പോലെ എന്ത് ചെയ്തു, 3 ഞാൻ എടുക്കും, 2 കുഞ്ഞാലിക്കുട്ടി സാഹിബ് എടുത്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ചോദിച്ചു, ഇതെനിക്ക് മാത്രമാണ് 2 തരുന്നത്, ഞാൻ അറിയാതെ KM ഷാജിക്ക് ഒരു നാരങ്ങ മിഠായി കൊടുക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എപ്പോഴാണ് സബ്മിഷന് വിളിച്ചത്, പുള്ളി എഴുന്നേറ്റ് നിന്ന് സബ്മിഷൻ മറുപടി വന്നിട്ട് ഇരിക്കുമ്പോഴാണ് പുള്ളി ഇതിന് ഉത്തരമായിട്ട് പറഞ്ഞത് ഞാൻ ഒരിക്കലും കൊടുക്കൂല എന്ന് പറഞ്ഞത്. എന്തൊരു അസംബന്ധമാണ് എൻ്റെ കുഞ്ഞാലിക്കുട്ടി സാഹിബ്. താങ്കളും കൂടി നാണം കെടാൻ വേണ്ടിയിട്ട്, ആ മുസ്ലിം ലീഗിനെ കൂടി നാണം കെടുത്താൻ വേണ്ടി ഇതുപോലെ വന്ന് ന്യായീകരണം ചവക്കല്ലേ. അതിനേക്കാളും ഗംഭീരമായിട്ടുള്ളൊരു ന്യായീകരണവുമായിട്ട് ഈ വിഷയത്തിൽ ഈ കപ്പലിൽ കയറി വന്ന നുണ, അതായത് കപ്പലിലെ കണ്ടെയ്നർ കയറി വന്ന നുണക്ക് നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് എത്തിയിരിക്കുന്നു. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ പറയുന്ന ടാറ്റ ഗ്രൂപ്പിലെ ആളുകൾ മുഖ്യമന്ത്രി VD സതീശനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു എന്നുള്ള ചില ചിത്രങ്ങൾ പുറത്തേക്ക് വിട്ടിരിക്കുന്നു. ആ ചിത്രങ്ങൾ പുറത്തേക്ക് വിടുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ട ഒരു കാര്യം, ആ കാണാൻ വേണ്ടി വന്നത് ടാറ്റ ഗ്രൂപ്പിലെ ആളുകളല്ല. അതിൻ്റെ വസ്തുത അതല്ല. യഥാർത്ഥത്തിലുണ്ടായ സംഭവം എന്ന് പറയുന്നത് ശശാങ്ക് ശേഖർ ഝാ എന്ന് പറയുന്ന CEO, അദ്ദേഹമാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഒരു സബ്സിഡിയറി കമ്പനിയുടെ CEO. അത് ആ കമ്പനിയുടെ പേര് ആർട്സൺ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയാണ്. നേരത്തെ അത് അറിയപ്പെട്ടിരുന്നത് ആർട്സൺ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന കമ്പനിയാണ്. അത് ഈ ടാറ്റ ഗ്രൂപ്പിൻ്റെ 75% ഷെയറുകൾ ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ കമ്പനിയുടെ ആളുകളാണ് ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നിട്ടുള്ളത്. അതിൽ തർക്കമൊന്നുമില്ല. അതിൻ്റെ CEO ഞാൻ പറഞ്ഞല്ലോ, ശശാങ്ക് ശേഖർ ഝാ എന്ന് പറയുന്ന ഒരാളാണ്. അദ്ദേഹം CEOയും അതുപോലെ വോൾ ടൈം ഡയറക്ടറുമാണ്. അദ്ദേഹം ഇവിടെ വന്ന് ചർച്ച നടത്തിയിരുന്നു. പക്ഷെ ചർച്ച നടത്തിയത് ഈ കപ്പൽ നിർമ്മാണശാലക്കല്ല കുഞ്ഞാലിക്കുട്ടി സാഹിബെ, ആളെ പറ്റിക്കാൻ വേണ്ടി നോക്കരുത്. എനിക്ക് എല്ലാ ബഹുമാനത്തോടു കൂടി അദ്ദേഹത്തിനോട് പറയാണ്, ഈ കമ്പനി, ഈ ആർട്സൺ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി ഓയിൽ ആൻഡ് ഗ്യാസ്, കെമിക്കൽ, മെറ്റൽസ് ആൻഡ് മിനറൽസ്, ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ ഓട്ടോമേറ്റഡ് വെയർ ഹൗസുകൾ, ഈ പറയുന്ന പോലെ പവർ ലോങ് സ്പാൻ സ്ട്രക്ചേഴ്സ്, ഇത്തരത്തിലുള്ള പവറിൽ ലോങ് സ്പാൻ സ്ട്രക്ചേഴ്സിൽ, അതുപോലെ മറൈൻ പ്ലാറ്റ്ഫോമുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്. നിരവധി വെർട്ടിക്കൽസ് ഉള്ളൊരു കമ്പനിയാണ്. പക്ഷേ ടാറ്റ ഗ്രൂപ്പിലെ വളരെ ചെറിയൊരു കമ്പനിയാണ്. അവർക്ക് ഏതാണ്ട് 140 കോടി, 135 കോടിയും 140 കോടി, 113 കോടി മുതൽ 140 കോടി വരെയുള്ള ടേൺ ഓവറൊക്കെ ഒരു കൊല്ലം കിട്ടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ 18.5 മില്യണോളം വരുന്ന ടേൺ ഓവറൊക്കെ അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കമ്പനിയാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ കമ്പനിയാണ് താരതമ്യേന. അപ്പോൾ അവർ യഥാർത്ഥത്തിൽ ഈ പറയുന്ന 2025 ഇൻവെസ്റ്റ് ഗ്ലോബൽ സമ്മിറ്റിൽ വന്നിട്ട് 300 കോടി രൂപയുടെ ഒരു കരാറ് നമ്മുടെ മലബാർ സിമൻസും ആർട്സൺ ഗ്രൂപ്പുമായിട്ട് ഉണ്ടാക്കിയിരുന്നു. മലബാർ സിമൻസിന് കൊച്ചിൻ പോർട്ടിൽ 7 ഏക്കർ സ്ഥലം കൊടുത്തിരുന്നു. ആ 7 ഏക്കർ സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ഒരു ബോട്ട് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തത്. ശ്രദ്ധിക്കണം, ബോട്ട്, അതായത് ഏത് കപ്പലല്ല, ബോട്ട് നിർമ്മാണ യൂണിറ്റ് തുടങ്ങാൻ വേണ്ടിയാണ് തയ്യാറായത്. അതായത് 100 ടണ്ണിൽ കൂടാത്ത ബോട്ടുകൾ, അതായത് ചെറിയ 100 ടണ്ണ് ഭാരം വലിക്കുന്നതിന് താഴെയുള്ള ബോട്ടുകൾ, ആ ബോട്ടുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കരാറ് എടുത്ത കമ്പനിയാണ്. അവർ തമ്മിൽ 300 കോടി രൂപ ഉണ്ടായുള്ളൂ. ആ 300 കോടിയാണ് പ്രിയപ്പെട്ട VD സതീശൻ ഒരു 9,700 കോടി കൂടി കയ്യിൽ നിന്നിട്ട് എന്ത് ചെയ്തത്, 10,000 കോടിയാക്കിയത്. എങ്ങനെയുണ്ട്? ഇനി അടുത്തത്, ഇത് ഈ പ്രൊജക്റ്റ് അതിന് വേണ്ടിയാണ് അവർ വന്ന് സംസാരിച്ചിട്ടുള്ളത്. അതെങ്ങനെയാണ് 10,000 കോടി ആകുന്നത് എന്നും കൂടി കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒന്ന് പറഞ്ഞതാ. ഒന്ന്. രണ്ടാമത്തത്, ഇത് കപ്പൽ നിർമ്മാണശാലയാണ്. കപ്പൽ നിർമ്മാണശാലക്ക് തൂത്തുക്കുടിയിലും അതുപോലെ കൊച്ചിൻ പോർട്ടിലും അതുപോലെ കേരളത്തിലുമൊക്കെ ആയിട്ട് പല കമ്പനികളും വന്നിട്ടുണ്ട്. അവർ ഇപ്പോൾ കോൺട്രാക്റ്റ് ഒന്നും ആയിട്ടില്ലെന്നാണ് എനിക്ക് മനസ്സിലായത്. അതിൽ ഏറ്റവും വലിയ കമ്പനികളിലൊന്ന് ഹുണ്ടായി ആണ്. ആ ഹുണ്ടായുടെ ഒരു പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ പറഞ്ഞത് $1 ബില്യൺ പ്രൊജക്റ്റ് എന്നാണ്. അതായത് ഏതാണ്ട് 10,000 കോടി രൂപ എടുത്ത് ഒരു 9,500 കോടി രൂപ വരും. 10,000 കോടി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ മറ്റത് $5 ബില്യൺ ആണ്. അത് തുടങ്ങാൻ വേണ്ടി മാത്രമുള്ളത്. എന്ന് പറഞ്ഞാൽ അത് 50,000 കോടി രൂപയുടെ പദ്ധതികളാണ്. അത്തരത്തിലുള്ള പദ്ധതികളല്ലാതെ ഇത് വളരെ ചെറിയ പദ്ധതിയാണ്. 10,000 കോടി രൂപയുടെ എന്ന് പറഞ്ഞാൽ പോലും അത് ചെറിയ പദ്ധതിയായിരിക്കും. പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ ചെറുതാണ് 300 കോടി രൂപയുടെ പദ്ധതി. അവർ ഇവിടെ നിയമസഭ നടത്തുമ്പോൾ ഇവിടെ വന്ന് നിങ്ങളെ കണ്ട് സംസാരിച്ചതിന് എങ്ങനെയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് 10,000 കോടിയുമായിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ നാരങ്ങ മുട്ടായുടെ കഥയൊക്കെ ഓർമ്മയുണ്ടല്ലോ. ആ കഥയെങ്കിലും താങ്കൾ ഇതിന് പറയുന്നതിന് മുമ്പ് പഠിച്ചിട്ട് പറയാനുള്ള ഒരു ബുദ്ധി കാണിക്കണം. അല്ലെങ്കിൽ എന്നെ വിളിക്കൂ, ഞാൻ പറഞ്ഞുതരാം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എനിക്കറിയാം താങ്കളുടെ ഒപ്പം നിരവധി ആളുകളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും ഞാൻ വേണമെങ്കിൽ ഇത് പറഞ്ഞുതരാമെന്നുള്ളതാണ്, എനിക്ക് സ്നേഹത്തോടുകൂടി പറഞ്ഞുതരാമെന്നുള്ളതാണ് എനിക്ക് താങ്കളോട് പറയാനുള്ളത്. പിന്നെ താങ്കളും കൂടി ഒരു കാര്യത്തിലേക്ക് കൈവെക്കുമ്പോൾ താങ്കളും കൂടി നാണം കെടും എന്നുള്ളതല്ലാതെ ഇദ്ദേഹത്തെ മാറ്റി പറിക്കാനൊന്നും പറ്റില്ല. ഇദ്ദേഹം പറഞ്ഞ നുണകളിലേക്ക് ലിസ്റ്റ് എടുത്താൽ നമ്മൾ അമ്പരന്ന് പോകും. നമ്മൾ തകർന്നു പോകും.
എന്ന് പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം ഞാൻ പറയാം. ഇദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കും. നമ്മളെ കെ സുധാകരന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടു. ആ കെ സുധാകരന് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. ഇദ്ദേഹം അത് മിണ്ടാതിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആകാശത്ത് കൂടി പോകണം വള്ളി കയറി പിടിക്കുന്ന ഒരാളായതുകൊണ്ട് പുള്ളി എന്ത് ചെയ്തു, മിടുക്കനാണ്, എനിക്ക് എല്ലാവരെയും പറഞ്ഞു പറ്റിക്കാൻ പറ്റുമെന്നൊരു തോന്നലുള്ളതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ ഫേസ്ബുക്ക് പോസ്റ്റ് കെ സുധാകരൻ അറിഞ്ഞുകൊണ്ടിട്ടതല്ല. ഫേസ്ബുക്ക് പോസ്റ്റ് കെ സുധാകരന് ഈ ഫേസ്ബുക്ക് ഇല്ല. രണ്ടാമത്തത്, കെ സുധാകരന് ഫേസ്ബുക്ക് എന്താണെന്ന് പോലും അറിയില്ല. കൂടാതെ ഞാൻ ഇന്നലെ വിളിച്ച് അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം ഇട്ടതല്ലെന്നാണ്. ഈ 4 കാര്യവും നിങ്ങൾ ഓർത്തു വെക്കണേ. മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ കെ സുധാകരൻ മാധ്യമങ്ങളെ കാണുന്നു. അദ്ദേഹം പറയുന്നു ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാനിട്ടതാണ്. ഈ ഫേസ്ബുക്ക് എന്താണെന്ന് എനിക്കറിയാം, എനിക്ക് ഫേസ്ബുക്ക് ഉണ്ട്. മൂന്നാമത്തെ കാര്യം, എനിക്ക് ഈ ഫേസ്ബുക്ക് ഉണ്ട്, എനിക്ക് ഫേസ്ബുക്ക് എന്താണെന്നറിയാം. ഏറ്റവും അടുത്ത പ്രധാനപ്പെട്ട കാര്യം, VD സതീശൻ എന്നെ ഇന്നലെ വിളിച്ചിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ കെ സുധാകരൻ പറയുകയാണ്, അത് അദ്ദേഹത്തോട് പോയി ചോദിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്, എന്താ ആവശ്യമിരിക്കണം ഇതിന്, എന്താ ആവശ്യമിരിക്കണം. ഇനി അതും പോട്ടെ, ഈ അടുത്തിടെ വേറൊരു അടി കൂടി അടിച്ചു. ഒന്നില്ലെങ്കിൽ നമ്മൾ മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ചായിരിക്കും പറയേണ്ടത്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആളുകൾ അവർ എന്ത് ചെയ്യണം, നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ ഇത് കേൾക്കാനുള്ള സമയം പോലും കിട്ടാതെ മരിച്ചു പോകണം. എന്നാലല്ലേ നമുക്ക് ഇതുപോലെ നുണ പറഞ്ഞ് നിൽക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇപ്പോൾ നമ്മുടെ സുകുമാരൻ നായർ സാറിനെ കുറിച്ച് ഇതുപോലെ തന്നെ ഒരു അടിയടിച്ചു. എന്താണെന്ന് നിങ്ങൾ ഓർമ്മയുണ്ട? എന്താണ്? സുകുമാരൻ നായർ എന്നെ വിളിച്ചിരുന്നു, ഞാൻ അദ്ദേഹത്തിന് തിരിച്ചു വിളിച്ചു, വളരെ കോടികളായി സംസാരിച്ചു, അദ്ദേഹത്തിന് കാണാൻ സമയം കൊടുത്തിട്ടില്ല എന്നുള്ള വാർത്ത നിങ്ങൾ തെറ്റായിട്ടാണ് കൊടുക്കുന്നത് എന്നുള്ളത് പറഞ്ഞു. മണിക്കൂർ കഴിഞ്ഞില്ല, മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ തന്നെ സുകുമാരൻ നായർ സാറ് പത്രസമ്മേളനം വിളിച്ചു. അദ്ദേഹം പറയുന്നത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ള സംഭവം ഇതൊന്നുമില്ല, ഇത് ആടിനെ പട്ടിയാക്കുന്ന നുണയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. ഇതെൻ്റെ വാക്കാണ്, പക്ഷെ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ അങ്ങനെയാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വിളിച്ചു 2 വട്ടം പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിച്ചു. അപ്പോൾ 2 വട്ടവും പറയാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു വെച്ചു. 5 ഞാൻ തിരിച്ചു വിളിക്കാൻ പറയാം, തിരിച്ചു വിളിച്ചോളാം എന്ന് പറഞ്ഞു വെച്ചു. അതിനുശേഷം 5 ദിവസം കഴിഞ്ഞ് 6ാമത്തെ ദിവസം പുള്ളി തിരിച്ചു വിളിച്ചു. 6ാമത്തെ ദിവസം പുള്ളി തിരിച്ചു വിളിച്ചപ്പോൾ എന്തിനാണ് വിളിച്ചത്, എന്താണ് വിളിച്ചത്, കാര്യം എന്താണ് എന്നൊന്നും ചോദിക്കാൻ കഴിയാതെ ഞാൻ അന്ന് തിണ്ണ നിരക്കുന്ന കാര്യം പറഞ്ഞത് മറ്റേ അങ്ങേര് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു, സംസാരിച്ചു. ഏത് മറ്റേ അങ്ങേരെന്ന് പറഞ്ഞാൽ സുകുമാരൻ നായർ പുറത്ത് പറഞ്ഞിട്ടില്ല, പക്ഷേ ഞാൻ പറയുന്നു അത് വെള്ളാപ്പള്ളി അടച്ചനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഞാൻ വിളിക്കാം, തിരക്കാണ് എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഫോൺ വെച്ചു. അപ്പോഴും എന്താണെന്ന് ചോദിച്ചിട്ടില്ല, എന്തിനു വേണ്ടിയാണ് വിളിച്ചതെന്ന് ചോദിച്ചിട്ടില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. വീണ്ടും 2 ആഴ്ച കഴിഞ്ഞ് ഫോൺ കിട്ടാതായപ്പോൾ, തിരിച്ചൊന്നും വിളിക്കാതായപ്പോൾ വീണ്ടും പ്രൈവറ്റ് സെക്രട്ടറിയെ വിളിക്കുന്നു. അപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി എനിക്ക് പറഞ്ഞാൽ VD സതീശൻ ട്രെയിനിങ് കൊടുത്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹം അതിനേക്കാൾ ഗംഭീരമായിട്ട് പറയുന്നു, അടുത്ത ഞായറാഴ്ച ഞാൻ എറണാകുളത്തുണ്ടാവും, എറണാകുളത്ത് വെച്ച് കാണാമെന്ന് പറയുന്നു. ആരോട്? 85 വയസ്സുള്ള NSSൻ്റെ ജനറൽ സെക്രട്ടറി. NSSൻ്റെ ജനറൽ സെക്രട്ടറി എന്നുള്ളത് പോട്ടെ, 85 വയസ്സുള്ള ഒരാളോട് അവിടെ വെച്ച് കാണാമെന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞാൽ പറയേണ്ടിയിരുന്നൊരു വാചകം. ഇത് പ്രൈവറ്റ് സെക്രട്ടറി ആയതുകൊണ്ടാണ് കുറഞ്ഞു പോയത്. VD സതീശൻ ആണെങ്കിൽ മിക്കവാറും ഇങ്ങനെ പറഞ്ഞേനെ. അദ്ദേഹം പറഞ്ഞത്, നമുക്ക് എറണാകുളത്ത് ഞാൻ ഉണ്ടാവും, ഒരു 6 മണിയാകുമ്പോൾ സുഭാഷ് പാർക്കിൽ എത്തിക്കും, അവിടെ വെച്ച് കാണാം. ഞാൻ വരാനായിട്ടൊരു 10-20 മിനിറ്റ് കൂടി എടുക്കും. ആ സമയത്തേക്ക് 2 പൊതി കപ്പലിന് മേടിച്ച് വെച്ചു, എന്നിട്ട് അത് കുറച്ചുകൊണ്ട് അവിടെ ഇരിക്കും. ഞാൻ വരുമ്പോഴേക്കും ഒരു പൊതിയിൽ നിന്ന് എടുത്ത് കഴിക്കരുത്, ആ പൊതി എനിക്ക് വേണം എന്ന് കൂടി പറഞ്ഞിരുന്നാൽ ഗംഭീരമായത്. ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഉടനെ ഇത് എറണാകുളത്ത് വെച്ച് കാണാമെന്ന് കേട്ടിട്ടുള്ള സുകുമാരൻ നായർ പറഞ്ഞു, അങ്ങനെയല്ല, ഇത് ഒഫീഷ്യലി കാണേണ്ട ഒരു കാര്യമാണ്, അതുകൊണ്ട് സെക്രട്ടേറിയറ്റിൽ വെച്ച് കാണാം, ഒരു ഫയലുമായി ബന്ധപ്പെട്ട കാര്യമാണ്, ഒരു ഇൻകം ടാക്സുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ശരി വിളിക്കാം എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. പിന്നെ വിളിച്ചിട്ടില്ല, ഇനി കാണാൻ താല്പര്യവുമില്ല, പോകുന്നുമില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ മണിക്കൂറുകളുടെ പോലും വിലയില്ലാത്ത കാര്യങ്ങൾ, നിലനിൽക്കാത്ത കാര്യങ്ങൾ എന്തിനാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി താങ്കളിങ്ങനെ പറഞ്ഞ് സ്വയം ചെറുതാകുന്നത്? കപ്പലിലും കണ്ടെയ്നറിലും ഒക്കെ വരുന്ന കള്ളങ്ങൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. ഇനി എൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത്, എലോൺ മസ്കും ഡൊണാൾഡ് ട്രംപും കൂടി എൻ്റെ അടുത്ത് വന്നു, അവരിവിടെ ഒരു വലിയ ബിസിനസ് 1 ലക്ഷം കോടി രൂപയുടെ തുടങ്ങാമെന്ന് പറഞ്ഞു എന്നുള്ളത് പറയുന്നൊരു കാലം വരാതിരിക്കട്ടെ എന്ന് ഞാൻ സർവശക്തനായ ജഗദീശ്വരനോട്, എനിക്ക് അത്ര വിശ്വാസമൊന്നുമില്ലെങ്കിലും പ്രാർത്ഥിക്കുന്നു.